എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെട്ടു സതീശനെ പൊളിച്ചടുക്കി നവ്യനെ രക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ആദർശ് നയനി. ഇതൊട്ടും പ്രതീക്ഷിക്കാതിരിക്കുവായിരുന്നു അബിക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നത്. അതിന്റെ വിശേഷങ്ങളാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ രക്ഷിക്കാനായിട്ട് ആദർശം നയനും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ്. നവ്യനെ വെട്ടു സതീശിന്റെ അടുത്തുനിന്ന് രക്ഷിക്കുവാണ്. രക്ഷിച്ച് അവനെ വെട്ടു സതീശിനെ പഞ്ഞിക്കിടുന്നുണ്ട് ആദർശിന്റെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. 5 പേരെയൊക്കെ ഒറ്റയടിക്ക് അവനെ അടിച്ച് ശരിയാക്കുന്നവനാ. അവന്റെ അടുത്താണ് വെട്ടു സതീശിന്റെ ചില്ലറ കളികളൊക്കെ. അവനെ അടിച്ച് പഞ്ഞിക്കിട്ടതിന് ശേഷം പോലീസുകാരെ വിളിക്കുന്നുണ്ട്. പോലീസുകാരെ വിളിച്ച് അവനെ ഏൽപ്പിക്കുവാണ്. അപ്പൊ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാരൻ അവനെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ വെട്ടു സതീശനൊന്നും വിട്ടു പറഞ്ഞില്ല. അവൻ പറയുന്നേ, എനിക്ക് നവ്യനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ അവളെ പിന്തുടർന്ന് വന്ന് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോന്നെ. അവളെ കല്യാണം കഴിച്ച് അവളോടൊപ്പം ജീവിക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അല്ലാതെ വേറൊരു ഉദ്ദേശം എനിക്കില്ലായിരുന്നു. ഞാൻ എത്രയോ കാലങ്ങളായിട്ട് അവളെ മോഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാവോ. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പോലീസുകാരന് മനസ്സിലായി ഇവന്റെ കുറച്ച് നാടകങ്ങളെ ഉണ്ട്, ഇതിന് പിന്നിൽ ആരോ ഉണ്ട്. പിന്നീട് ആദർശനോട് പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോട്ടോ, ഇവന്റെ കാര്യത്തിൽ ഇനി ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട, ഇവനെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ഇവൻ ഇനി മേലാല് ഈ ഇവളുടെ പുറകെ നവ്യയുടെ പുറകെ പോകത്തില്ല. അതിനുള്ള പണി ഞാൻ കൊടുത്തോളാം. പിന്നെ ഇതിന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവനെ കൊണ്ട് സത്യങ്ങളൊക്കെ പറയിച്ചോളാന്ന് പറയാണ്. അങ്ങനെ വെട്ടു സതീശനെ കൊണ്ട് അവർ പോവാണ്. ഈ സമയത്ത് ആദർശം നല്ല ചീത്ത പറയുന്നുണ്ട് നവ്യയോട് പറയുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കേടായിരുന്നു? വീട്ടിൽ പോലും പറയാതെ അവനെ കൊണ്ട് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുകയാണ്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ബോധം പോലും നിനക്കുണ്ടായിരുന്നു ചോദിക്കുകയാണ്. നവ്യ പറഞ്ഞ, അത് കുറെ കാലമായില്ലേ, കല്യാണം കഴിഞ്ഞ് ഇന്ന് വരെ പുറത്തു പോലും പോയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അബിയോട് ആ കാര്യം ആവശ്യപ്പെട്ടെ. പുറത്ത് പോയത് കുഴപ്പമില്ല, പക്ഷെ നിനക്കൊന്ന് വീട്ടിൽ പറഞ്ഞിട്ട് പോകാലോ. ആരോടും പറയാതെ നീയൊക്കെ തോന്നിയാസം ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇതിനു മുമ്പ് ഇങ്ങനെ തന്നെ അല്ലായിരുന്നോ? ഇനിയെങ്കിലും കുറെയൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം കിട്ടുമെന്ന് പറയാണ്. പിന്നീട് കനക നന്ദിയൊക്കെ പറയുന്നുണ്ട് ആദർശനോട്. മോൻ ഈ കൃത്യസമയത്ത് തന്നെ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്തായി തീർന്നേനെ. ഇതിനു മുമ്പ് എൻ്റെ മോൻ വന്നിട്ടാ ഞങ്ങളെ രക്ഷിച്ചേ. ഇപ്പൊ ആ നാണക്കേടിൽ നിന്നും എൻ്റെ മോളുടെ ജീവിതവും എല്ലാം രക്ഷിച്ച നീയാ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പത്തേനും ആദർശ് പറയുന്നുണ്ട്, നന്ദി വാക്കൊക്കെ എന്തിനാ അമ്മ പറയണേ? നമ്മളൊരു കുടുംബമല്ലേ, അതുകൊണ്ട് നന്ദി വാക്കിന്റെ ആണെന്ന് ആവശ്യമില്ല. അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട കടമ എനിക്കില്ലേ, ഞാനല്ലേ സഹായിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കനയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നവ്യക്ക് പിന്നെ എത്ര കിട്ടിയാലും പഠിക്കണമെന്ന രീതിയില്ല. ആ സമയത്ത് എന്തെങ്കിലും കിട്ടുമ്പോൾ മാത്രം ഒരു സന്തോഷമൊക്കെ കാണുമായിരിക്കും. പിന്നീട് നവ്യ അവരെ തേച്ചൊട്ടിക്കുക ചെയ്യുന്ന പതിവ്. ഇപ്പൊ നയനെ വന്ന് രക്ഷിച്ചാലും തിരിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നയനക്കിട്ട് തന്നെ തിരിച്ചു കൊത്തു കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് നവ്യക്കുള്ളത്. അങ്ങനെ നവ്യനെയും കൂട്ടിക്കൊണ്ട് അവര് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കൊടുമ്പരി കൊണ്ട് ചർച്ച നടക്കുമായിരുന്നു. നവ്യനെ കാണാതായിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അബിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ ചില്ലറ അഭിനയൊന്നും അല്ല അബി കാഴ്ചവെക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു വന്നു കഴിയുമ്പോഴത്തേനും അബി പറയുന്നുണ്ട്, എനിക്ക് നവ്യയില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നവ്യനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ അവൻ കിടന്ന് പെരുമാറുന്നേ. പക്ഷെ ഇവന്റെ ഈ പെരുമാറ്റത്തില് ജാനയ്ക്ക് ചെറിയൊരു സംശയം തോന്നി. ഇന്നലെ വരെ നവ്യനെ കണ്ണെടുത്താൽ കാണാത്തവനാണ്, ഇന്ന് പെട്ടെന്ന് നവ്യയോട് ഇത്ര സ്നേഹം. അത് ജാനകി തുറന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അബി, ഇന്നലെ വരെ നിനക്ക് അവളെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നല്ലോ, പിന്നെ പെട്ടെന്ന് നിനക്ക് എന്താ എത്ര സ്നേഹം എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അത് ചെറിയമ്മേ, നമ്മൾ കണ്ണുള്ളപ്പോ കണ്ട കാഴ്ച അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാ. അവൾ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാ അവളുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളതല്ലേ, എനിക്ക് അവളെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് അബിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ദേവേനി മുത്തശ്ശനൊക്കെ. ദേവേനി പറഞ്ഞു, നിനക്ക് ഇതിൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവളെ കൂട്ടിക്കൊണ്ട് പുറത്തു പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതും അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം നിനക്ക് അറിയാവുന്ന, എന്നിട്ട് നീ എന്തിനാ അവളെയും കൂട്ടിക്കൊണ്ട് പോയത്? അത് ഈ വീട്ടിൽ ആരോട് പറയുക പോലും ചെയ്യാതെ കൊണ്ടുവയ്ക്കുന്നേ. അപ്പം നിനക്കിത് കിട്ടണമെന്ന് പറയാം. ജലജയ്ക്ക് അത് ഇഷ്ടപ്പെടുവോ? ജലജ അപ്പൊ ദേവേണ്ട് കിടന്ന് ചൂടാവുന്നുണ്ട്. അതല്ലേലും അങ്ങനെയല്ലേ ഏട്ടത്തി പറയുള്ളൂ. ഏട്ടത്തിയുടെ മോന്റെ കാര്യത്തിലാണ് ഏട്ടത്തി ഇങ്ങനെ പറയോ? ഒരു കാരണവശാലും പറയില്ല. ഏട്ടത്തിയോടെല്ലാം പറഞ്ഞിട്ടാണോ അവൻ ചെയ്യുന്നേ? നയനയും കുട്ടി എവിടെയൊക്കെ പോന്നു? ഏട്ടത്തിയോട് അനുമതി ചോദിച്ചിട്ടാണോ? ഇപ്പം എന്റെ മോനിന്ന് പോയി കഴിഞ്ഞപ്പോ തന്നെ ഏട്ടത്തിക്ക് വലിയ കുറ്റമായില്ലേ? അതെനിക്കറിയാം. അല്ലെങ്കിലും പണ്ടേ തൊട്ട് ഇങ്ങനെയാണല്ലോ, എന്റെ മോൻ ചെയ്യുന്ന എല്ലാം കുറ്റം, ഏട്ടത്തിയുടെ മോൻ ചെയ്യുന്ന എല്ലാം നല്ല കാര്യം. ഏട്ടത്തിന് മോനെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇവിടെ ആയതുകൊണ്ട് കൊള്ളാം, വേറൊരിടത്താണ് ഇതൊക്കെ നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തിനാ ജലജി ഇങ്ങനെയൊക്കെ പറയണേ? ഈ സമയത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമല്ല, നവ്യനെ കുറിച്ച് ചിന്തിക്ക്, അവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിക്കുന്നു പറയാണ്. ദേവേനി പറഞ്ഞു, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ എന്ന് ഓർത്താ എനിക്ക് സങ്കടം.
ആ കുഞ്ഞ് എത്ര കാലം കാത്തു കാത്തിരുന്ന് ഈ കുടുംബത്തിലേക്ക് വരുന്ന ആദ്യത്തെ പേരക്കുഞ്ഞത്. അതിനെന്തേലും സംഭവിക്കുമോ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് എനിക്ക് ചിന്ത. അവളെക്കാളും കൂടുതൽ ചിന്ത എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഓർത്തിട്ടാ. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, ആ ചിന്തയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ അവളെയും കൂട്ടി പുറത്തേക്ക് പോവായിരുന്നോ? ഇല്ലല്ലോ, ഒരു കാരണവശാലും പുറത്തു പോയില്ലോ. ഇനിയിപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ആദർശം നയനയും പോയിട്ടുണ്ടല്ലോ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അവര് പോയിട്ട് വരട്ടെ, എന്തായാലും അവർക്ക് വിവരങ്ങളൊക്കെ കിട്ടി കാണുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. ജലജയുടെ ഉള്ളിൽ ഞെട്ടലുണ്ടാവുന്നുണ്ട്. ഇനി അങ്ങാനും നവ്യനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ആദർശം എങ്ങാനും പോയി കൊണ്ടുവരുമോന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അബിയുടെ ഒരു ഉറപ്പാണ് ജലജയ്ക്കുള്ളത്. അബി പറയുകയും ചെയ്തു ഈ സമയത്ത് ഇല്ലാതാക്കിയിട്ടുണ്ട്. അവളുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദർശം എന്നല്ല, ആര് പോയാലും ഇനിയിപ്പോൾ ഒരു കാരണവശാലും രക്ഷിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ആ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ആശ്വസിച്ചിരിക്കുന്ന സമയത്താണ് അവരെല്ലാവരും ഞെട്ടിച്ചോണ്ട് ആദ്യം നയനെ ആദർശമോട് കടന്നു വരുന്നത്. നയനെ ആദർശം കടന്നു വന്നപ്പോൾ തന്നെ അബിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ കൂടെ നവ്യനെ കണ്ടില്ല. രക്ഷപ്പെട്ടു. എന്തൊക്കെയായിരുന്നു. ഇപ്പൊ പോയി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞ് പോയതാ. വെറും കൈയോടെ തിരിച്ചു വന്നു. അവളുടെ കഥ ഇതോടെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്ന് നോക്കി കഴിയുമ്പോഴാണ് ആണ്ട കാണുന്നു. പുറകെ ആണ്ട വരുന്നു നവ്യനെ കണ്ടു ഒരു നിമിഷം ജലജ അഭിയും ഞെട്ടിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. പന്തം കണ്ട പെരിച്ചാഴിയെ പോലെയായിരുന്നു അവർ രണ്ടുപേരുടെ നോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ആകപ്പാടെ അന്താളിപ്പോടെയാണ് അഭി നോക്കുന്നത്. ഈ സമയത്ത് ജലജ അഭിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട്. നീ അല്ലേലും ഇങ്ങനെയൊക്കെ ചെയ്യണോടാ, എനിക്കറിയായിരുന്നു നീ എന്ത് പ്ലാൻ ചെയ്താലും അവസാനം ഇങ്ങനെ വരുത്തണ്ടായിരുന്നുള്ളെന്ന്. നീയല്ലേ പറഞ്ഞ അവളെ ഇല്ലാതാക്കിന്നൊക്കെ, എന്നിട്ടിപ്പോ എങ്ങനെ ഇരിക്കുന്നടാ എന്നായിരുന്നു ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നവ്യനും കിട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ അബിയുടെ മുഖം മാത്രം കടന്നല കുത്തിയാലേ ആയിപ്പോയി. അബി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുമായിരുന്നു. പിന്നീട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എന്താ അബി ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇത്ര സമയം നീ ഇവിടെ നവ്യനെ കാണണം, നവ്യയില്ലെങ്കിൽ ഞാൻ ജീവിക്കില്ലെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് പെട്ടെന്ന് നവ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്താ ഒരു ഞെട്ടലുണ്ടായെന്ന് ചോദിക്കണം. പെട്ടെന്ന് അഭി തന്റെ പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി പിന്നെ അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങുവാണ്. അല്ല മുത്തശ്ശി, പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ ആ ടെൻഷൻ കൊണ്ട് ഞാനത് നോക്കിയതാ, എനിക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് നവ്യനെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. നവ്യോ എന്റെ അഭിയേട്ടനൊന്നും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സ്നേഹം കണ്ടിട്ടുണ്ടെങ്കിൽ ഓർക്കും ഇതുപോലൊരു സ്നേഹം വേറെ ഒരിടത്തും ഇല്ലെന്ന്. അമ്മാതിരി സ്നേഹപ്രകടനങ്ങളാ അഭി കാഴ്ചവെക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രക്തത്തിൽ തനിക്ക് ഒരു പങ്കുമില്ലെന്നുള്ള രീതിക്കാണ്. പിന്നീട് ആദർശനോട് മുത്തശ്ശി സത്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദർശ് പറഞ്ഞു, ഇതുപോലെ പെട്ടി സതീശനാണ്, അവൻ ഇതിന് മുമ്പ് നവ്യനെ തട്ടിക്കൊണ്ട് പോയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ ചോദിച്ചു, എന്നിട്ട് നീ അവനെ വെറുതെ വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല മുത്തശ്ശ, അവനെ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പുറയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. രണ്ടെണ്ണം കൊടുത്തു കഴിയുമ്പോൾ പോലീസുകാരുടെ മുന്നിൽ തത്ത പറയുന്ന പോലെ അവൻ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. ഇത് കേട്ടോ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ജലജയും അഭിയും. അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അതൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ എല്ലാവർക്കും വിശേഷം പറഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.